ആലുവ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ഒരുക്കിയ ഔഷധോദ്യാനത്തിന്റെ ഉദ്ഘാടനം ആലുവ നഗരസഭാ ചെയർമാൻ എം ഒ ജോൺ നിർവഹിച്ചു. നാഷണൽ ആയുഷിന്റെയും ഔഷധിയുടെയും സഹകരണത്തോടെയാണ് ഔഷധോദ്യാനം ഒരുക്കിയത്. ആലുവ ആയുർവേദ ആശുപത്രിയിൽ സ്ഥാപിച്ച ഔഷധോദ്യാനം ആലുവ നഗരസഭാ ചെയർമാൻ എം ഒ ജോൺ ഉദ്ഘാടനം ചെയ്തു. ഈ സന്തോഷത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയാത്തതിലുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഡോക്ടർ സിന്ധു ഇവിടെ ചാർജ് എടുത്തതിന് ശേഷം ഡോക്ടർ അനഘനെ എങ്ങനെ കൈകാര്യം ചെയ്തോ അതുപോലെ തന്നെ ഡോക്ടർ സിന്ധു ഈ ആശുപത്രിയുടെ താല്പര്യ സംരക്ഷണത്തിന് എതിരുണ്ട്. ഞാൻ അനഘനോട് എപ്പോഴും സന്തോഷമുള്ള ഒരാളാണ്. കാരണം അനഘൻ വളരെ ഗൗരവമായി ഈ ആശുപത്രി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനഘൻ ഇന്ന് വന്നപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമുണ്ട്. ഔഷധിയിൽ നിന്നും സമാഹരിച്ച 100-ലേറെ ഇനം ഔഷധ സസ്യങ്ങളാണ് ഇവിടെ വെച്ചുപിടിപ്പിക്കുന്നത്. നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ എം പി സൈമണിന്റെ അധ്യക്ഷതയിൽ ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇ എ സോണി മുഖ്യാതിഥിയായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ ഈ പേവാർഡ് ഉദ്ഘാടനം ചെയ്തത് 6 മുറികളും ബാക്കിയുള്ള സൗകര്യമായിട്ട്. അപ്പോൾ ഇപ്പോഴും നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊരു ടൂറിസം സംബന്ധമായിട്ടുള്ള എന്തൊരു കാര്യം വന്നാലും നമ്മൾ ആദ്യം പറയുന്നത് ആലുവ ആശുപത്രിയുടെ കാര്യമാണ്. ഇത്രയുള്ളൊരു സുന്ദരമായൊരു അന്തരീക്ഷം ഞങ്ങൾക്ക് വേറെ സ്ഥാപനങ്ങൾക്കില്ല. ഞങ്ങൾ ടോട്ടൽ 115 സ്ഥാപനങ്ങളുള്ളതിൽ 14 ഹോസ്പിറ്റലുകളാണുള്ളത് എറണാകുളം ജില്ലയിൽ. അതിൽ 20 ബെഡുള്ള 3 ആശുപത്രികളിൽ ഏറ്റവും നല്ല ഒരു ആശുപത്രിയായിട്ട് ഇത്രയും നല്ലൊരു അന്തരീക്ഷമുള്ള ആശുപത്രി എന്ന് പറയുന്നത് ഈ ഒരു ആശുപത്രിയാണ്. അപ്പോൾ നാമിൽ അതിനുശേഷം കഴിഞ്ഞ തവണ ഈ പേവാർഡ് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം തന്നെ ഇപ്പോൾ ഒരു പുതിയ മെഡിക്കൽ ഓഫീസർ തസ്തികയും ഒരു തെറാപ്പിസ്റ്റ് തസ്തികയും ഇവിടെ പുതിയതായിട്ട് ഉണ്ടാക്കുകയുണ്ടായി. അതുകൂടാതെ നാമിന്ന് 2 തെറാപ്പിസ്റ്റുകളെ, ഒരു മെയിലും ഫീമെയിലും തെറാപ്പിസ്റ്റുകളെയും ഇവിടെ വെച്ചു. അന്ന് ജോൺ സാറിനൊക്കെ ഓർമ്മ ഉണ്ടാവും തോന്നുന്നു. അന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി വന്ന് സംസാരിച്ചപ്പോൾ ഹെൽത്ത് ടൂറിസത്തിൽ ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ സൈജി ജോളി, പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ലിസ ജോൺസൺ, നഗരസഭാ സെക്രട്ടറി ജസിത, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ സിന്ധു, പി എ ഹംസക്കോയ, ഡോക്ടർ അനഘൻ, ഡോക്ടർ കെ സിന്ധു എന്നിവർ സംസാരിച്ചു. ആശുപത്രിയുടെ വികസനത്തിനായി വിവിധ സാമഗ്രികൾ സംഭാവന നൽകിയ അർജുന എക്സ്ട്രാക്ട് എം ഡി പി ജി കുഞ്ഞച്ചനെ ചടങ്ങിൽ ആദരിച്ചു. ആശുപത്രിയിലെ രോഗികൾക്കായി സൗജന്യ ഭക്ഷണത്തിനുള്ള അരി പബ്ലിക് പ്ലാറ്റ്ഫോം ട്രസ്റ്റ് ഭാരവാഹികളായ പി എ ഹംസക്കോയും സാബു ഡേവിഡും ചേർന്ന് കൈമാറി. ന്യൂസ് ബ്യൂറോ, ആലുവ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ. ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പും ഡൗൺലോഡ് ചെയ്യൂ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ. നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ട് ആണ്.